യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇരിങ്ങാലക്കുട രൂപതയുടെ അഭിനന്ദ പിതാവും അവരുടെ നേതൃത്വ സമിതിയും ചേർന്ന് കേരള സഭാ താരം എന്ന ഒരു അവാർഡ് നൽകി. അതിൽ ഏറ്റവും അധികമായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിൻ്റെ ഒരു തെളിവാണ് ഈ സമ്മേളനം. ബഹുമാനപ്പെട്ട പനക്കിലച്ഛനും ബിനോയ് അച്ഛനും വെല്ലൂരാനച്ഛനും ഇവരൊക്കെ മുൻകൈ എടുത്താണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഈ മീറ്റിങ്ങിൽ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിന് ഉപകരിക്കുന്ന, ഒരു പടി കൂടി നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന നല്ല വചനങ്ങൾ, ജ്വലനമുള്ള വചനങ്ങളാണ് ഈ സ്റ്റേജിൽ പറയപ്പെട്ടത്. അതുതന്നെ ഇത് ഒരു ദൈവിക പദ്ധതിയായിരുന്നു. നമ്മളാരും അങ്ങനെ ഒരു അവാർഡ് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ്. എങ്കിലും ദൈവത്തിൻ്റെ ഒരു പരിപാലന അതിലുണ്ടായിരുന്നു എന്ന് ഈ സ്റ്റേജിൽ ഉയർന്ന വചനം സാക്ഷ്യം പങ്കുവെക്കലിലൂടെ നമുക്കറിയാൻ പറ്റും. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന അഭിനന്ദ പിതാക്കന്മാരും എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാര് പറഞ്ഞൊരനുഭവം എനിക്കുണ്ടായി. അതിൻ്റെ അർത്ഥം ദൈവമാണ് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയത്. ദൈവം ചെയ്ത വൻകാര്യങ്ങൾ അനുസ്മരിക്കുക, അതിൽ ആനന്ദിക്കുക, അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അനിയൻ സണ്ണിച്ചൻ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയാൻ എനിക്ക് സന്തോഷമാണ്. ഒരു നിക്കറും ഒരു ഷർട്ടും ഉണ്ടായിരുന്ന കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിലൂടെ വളർന്ന കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് സ്കൂളിലേക്കൊക്കെ വിടുന്നത്. എങ്കിലും ആ കഷ്ടപ്പാടിലും കർത്താവിൻ്റെ താങ്ങൽ, കരുണയുള്ള കരം, ദൈവിക തെരഞ്ഞെടുപ്പ് അവിടെയെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ എല്ലാവരെയും ഇന്നത്തെ അവസ്ഥയിൽ ആക്കിയിരിക്കുന്ന നല്ലവനായ ദൈവം കഷ്ടതയിലൂടെ വഴി നടത്തി സ്വർഗോന്മുഖരാക്കി. അതിന് നമുക്ക് നല്ല ദൈവത്തിന് കോടാനുകോടി നന്ദി പറയാം. ഈ സ്റ്റേജിൽ പറയപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും ദൈവത്തിന് നമുക്ക് മഹത്വം നൽകാം. അതിനായി ഇത് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ആദ്യത്തെ ആലോചന ഒരുപക്ഷെ പനക്കിലച്ഛനായിരിക്കും എടുത്തത്, പിന്നെ അച്ഛനായിരിക്കും, പിന്നെ അച്ഛന്മാരെല്ലാം കൂടി എടുത്തു. അത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് ഓർത്ത് ആനന്ദിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തെ സ്തുതിക്കാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ തന്നെയാണ് പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് സുപ്പീരിയർ അച്ഛൻ, ഈ സ്ഥാപനത്തിന് സുപ്പീരിയർ അച്ഛൻ, ഞങ്ങളുടെ പ്രൊവിൻഷ്യാലും ജനറാളുമായിരുന്ന പാറപ്രവച്ചൻ വളരെ നല്ല ഒരു പരിചയപ്പെടുത്തലിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചു. പാറപ്രവച്ചൻ്റെ വാക്കുകൾ, പിന്നെ തുടർന്ന് വന്ന നമ്മുടെ കോട്ടയം പ്രൊവിൻഷ്യാലത്തിൻ്റെ വചനപ്രഘോഷണം, എത്രയോ ആത്മാവ് ജ്വലിക്കുന്ന വചനപ്രഘോഷണമായിരുന്നു. എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ആദ്യകാലത്തെ ഒരു 14 വർഷം കഠിന വലിവിൻ്റെ അടിമയായിരുന്ന മനുഷ്യൻ സുഖപ്പെട്ട് ഇപ്പോൾ 45 കൊല്ലമായിട്ട് വലിവില്ല. കുമ്പളങ്ങിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, അത് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ഫോൺ നമ്പർ മേടിച്ചു, ഇവിടെ വന്ന് വിളിച്ചു. അവന് വലിവില്ല, അവന് വിവാഹം നടക്കില്ലെന്ന് വിചാരിച്ചതാണ്. വിവാഹം നടന്നു, 2 മക്കള് വിദേശത്ത് ജോലി ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ഏതെങ്കിലും അളവിൽ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കും. ലോകാതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുവാൻ നമ്മുടെ സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല കുത്തിരശ്ശ പുണ്യവതിയും അല്പസമയം സഹനം കാഴ്ചവെച്ചാണ് ഇന്ന് ലോക ജനകോടികളെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ അവരുടെ അനുദിന ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി
കാഴ്ചവെച്ചവരുടെ ആ മഹത്വം ഇന്നും കേരള സഭയും ആഗോള സഭയും അനുഭവിക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾ, രോഗികൾ, ദുഃഖിതർക്ക് വേണ്ടി കാഴ്ചവെക്കാം. ലോകാതിർത്തികൾ വരെ എത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന നമ്മളെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിക്കുന്നു. എല്ലാത്തിനും വേണ്ടി നന്ദി പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജനറാളച്ചനും പ്രൊവിൻഷ്യാളച്ചനൊക്കെ ഈ ശുശ്രൂഷയെയും ഞങ്ങളെയും എന്നും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. കാണുമ്പോൾ ആനന്ദിക്കുന്നവരാണ്. ഒരുപാട് ധ്യാനമന്ദിരങ്ങൾ പൊതുവായച്ചൻ പ്രൊവിൻഷ്യലായിട്ട് പല സ്ഥലത്തും തുടങ്ങിയത്. ഇങ്ങനെ ഒരുപാട് നന്മ നിറഞ്ഞ നേതാക്കന്മാർ വിൻസെൻഷൻ സഭയ്ക്കുണ്ട്, കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്നു. കമ്മട്ടിലച്ചൻ തുടങ്ങിയ എല്ലാവരും. അതിനാൽ ദൈവം തിരഞ്ഞെടുത്ത സന്യാസ സഭയുടെ അംഗമാകാൻ ഭാഗ്യം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. ഈ സഭയിൽ ചേർന്ന ശേഷം ഒരുപാട് ആത്മീയമായ വഴി നടത്തിപ്പും പ്രബോധനവും പ്രോത്സാഹനവും കൂട്ടായ്മയും കിട്ടിയതുകൊണ്ടാണ് നമ്മൾ തല നിവർത്തി നിൽക്കുന്നത്. പോകുന്നിടത്തൊക്കെ വിജയം ഇരിക്കുന്നത് അനേകരുടെ, പതിനായിരങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ സഹായം എന്നും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇന്നത്തെ സമ്മേളനം വിളിച്ചു കൂട്ടാൻ മുൻകൈ എടുത്ത പനക്കലച്ചനും ബിനോയ് ഇവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും നേതൃത്വം കൊടുത്ത വലിയൊരച്ഛനും ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.